നമസ്കാരം. ഞാൻ ഇന്ന് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തിന് യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയരിയിൽ കണ്ട ഒരു യുവ സംരംഭകനെ പറ്റിയിട്ടാണ് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ കാണണം, നിങ്ങൾ അറിയണം, നമ്മളുടെ കേരളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ മധ്യവയസ്കർക്ക് ജീവിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരികയാണ്. അതേസമയം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാതെ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ ഒരു ദുരിതവും ഇല്ല. അവര് അർമാദിക്കുകയാണ്. അതിന്റെ സാമ്പിൾ നിങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കഥയിലേക്ക് വരാം. നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. പത്തനംതിട്ട അടൂരിൽ സ്വയം മുറിവേൽപ്പിച്ച യുവാവ് പരിഭ്രാന്തി പരത്തി. KSRTC ബസ്സിനുള്ളിലും വഴിയാത്രക്കാരോടും ഇയാൾ അതിക്രമം കാട്ടി മദ്യലഹരിയിൽ സ്വയം മുറിവേൽപ്പിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. വിവരങ്ങൾ CK അഭിലാൽ നൽകും. അഭിലാൽ, എന്താണ് സംഭവം? മദ്യലഹരിയിൽ തന്നെയായിരുന്നു ഇയാളുടെ പരാക്രമം. രാത്രി 7 മണിയോടും 7:30 KSRTC കോർണറിലാണ് സംഭവം. ശരീരത്തിലാകെ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിച്ച് രക്തം വാർന്ന നിലയിലാണ് ഇയാളെ യാത്രക്കാർ കാണുന്നത്. ഇതിനിടയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് വന്ന വാഹനത്തിൽ ബസ്സിൽ ഇയാൾ ചാടിക്കയറി. ശരീരമാസകലം രക്തം ഒലിക്കുന്ന നിലയിൽ ഇയാളെ കണ്ടതോടുകൂടി ബസ് ജീവനക്കാരും യാത്രക്കാരും പരിഭ്രാന്തിയിലായി. തുടർന്ന് ഡ്രൈവർ ബസ് നിർത്തുകയും യാത്രക്കാർ ഇയാളെ പിടിച്ചു പുറത്ത് ഇറക്കുകയുമാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ് പോലീസ് എത്തിയെങ്കിലും പോലീസിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുകയാണ് ഇയാൾ ചെയ്തത്. പിന്നീട് ആംബുലൻസ് എത്തിക്കുകയും വഴിയാത്രക്കാരുടെ കൂടി സഹായത്തോടു കൂടി ഇയാളെ കീഴ്പ്പെടുത്തി അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ ശരീരത്തിൽ മുറിവുമായി ഇയാൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇയാളെ ജനറൽ ആശുപത്രിയിലെത്തി മുറിവ് വെച്ച് കെട്ടി വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇയാൾ മദ്യലഹരിയിൽ ആണ് എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ ഇനി പരിശോധിക്കപ്പെടേണ്ടതാണ്. ആളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പോലീസിനും ലഭ്യമായിട്ടില്ല. ശരി, അടൂരിലാണ് ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിച്ച മദ്യലഹരി യുവാവിന്റെ പരാക്രമം. വിവരങ്ങളാണ് CK അഭിലാൽ നൽകിയത്. ഈ ഭ്രാന്തൻ അവനെ പറയണം. അവന് കാണിക്കുന്ന ഈ കോലാഹലങ്ങള് ആരോട് കലിപ്പ് തീർക്കുക? അവന്റെ മാതാപിതാക്കളോടോ, അതോ സമൂഹത്തിനോടോ, അതോ നാട്ടുകാരോടോ, അതോ ഈ അടൂര് ബസ് സ്റ്റാൻഡിൽ കണ്ട ജനങ്ങളോടോ? ആരോടാണ് അവൻ തീർക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ വേറൊരു വാർത്ത കേട്ടിരുന്നു. ഒരു പോലീസുകാരനെ ഒരു ഗുണ്ട ചവിട്ടിക്കൊന്ന കേസ്. സാധാരണ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് അങ്ങ് പറയാം, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരള പോലീസിനെ ഇത്രയധികം വിമർശിച്ചിട്ടുള്ള പ്രാഗിയിട്ടുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. വേറെ ആരും അത്രയും ചെയ്യത്തില്ല. ആരും ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർ ചവിട്ടി പിടിച്ച് മടക്കി പോക്കറ്റിലാക്കും. എന്നെ ഇനി അവരെന്ത് ചെയ്യാനാണെന്നുള്ള ഒരു ധാർഷ്ട്യം, അഹങ്കാരം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പോലീസിനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ എൻ്റെ ജീവിതത്തിൽ അവര് വരുത്തി വെച്ച വിനകള് എൻ്റെ ചെവിപ്പുറയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചാകുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെ രണ്ടാമതൊരു ഭാഗമുണ്ട്. പോലീസുകാര് അവര് നിഷ്ക്രിയരായാൽ നമ്മളുടെ ജീവനും സ്വത്തും ആര് സംരക്ഷിക്കും? അത് നമ്മൾ ചിന്തിക്കണം. പോലീസുകാർ നമ്മളുടെ അടുത്ത് തെമ്മാടിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് സമയം പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ ജനങ്ങൾ അങ്ങ് അനുഭവിച്ചു പോകുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അതെല്ലാം അപ്പൊ റെക്കോർഡായി നമ്മളുടെ മുമ്പിൽ വരുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഒരു പോലീസുകാരൻ, അതും അവൻ ജോലി കഴിഞ്ഞു പോയവനെ ഒരു ഗുണ്ട റോഡിലിട്ട് മൃഗീയമായിട്ട്, അവന്റെ പ്രാഥമിക റിപ്പോർട്ടിനകത്ത് ഞാൻ കണ്ടത് അവന്റെ വാരിയല് പൊട്ടിയിട്ട് ശ്വാസകോശത്തിൽ വാരിയല് കുത്തി ഇറങ്ങിയിട്ടാണ് അവന് മരണം സംഭവിച്ചതെന്ന് പറയുന്നത്. അപ്പൊ ആ ചെയ്ത ആ തെമ്മാടി അവന് വല്ല ക്ഷീണവുമുണ്ടോ? ഒരു ക്ഷീണവുമില്ല. അവനെ 1 മാസം അല്ലെങ്കിൽ 3 മാസത്തിനകം അവൻ ജാമ്യം എടുത്ത് പുറത്തു വരും. അവന് വല്ല നഷ്ടം ഉണ്ടായോ? ഉണ്ടായത് ഈ പോലീസുകാരന് 3 കുട്ടികളാണെന്ന് പറയുന്നു. ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കി ആ ഒരു തെമ്മാടി കാരണം. പക്ഷെ ഇത്തരം തെമ്മാടിമാര് നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വ്യാപകമായിട്ട് വിരാജിക്കുകയാണ്. യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ഇത്തരം തെമ്മാടികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്ന നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവന്മാരാരും മോശമല്ല. എന്തിന്? ഈ ചത്ത പോലീസുകാരന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ട്
ഇത്തരം തെമ്മാടികൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്ന ആൾക്കാർ. അതുകൊണ്ടൊക്കെയാണ് ഒരു പോലീസുകാരനെ, സാധാരണ നമ്മുടെ നാട്ടില് അക്രമത്തിനും അഴിമതിക്കും കൊലപാതകത്തിനും യാതൊരു പഞ്ഞവെപ്പയില്ല. പക്ഷേ പോലീസുകാരെ ആക്രമിക്കുന്ന ആ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പണ്ഡിതൻ അയാൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമുണ്ട്. അധികം താമസിക്കാതെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, അത് ഏത് സ്റ്റേറ്റിൽ നിന്ന് മാത്രമൊന്നും അയാൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് താമസിക്കാതെ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാകണമെങ്കിൽ ഇനി ഒരു ആഭ്യന്തര കലാപം തന്നെയാണ് മരുന്ന്. ആ അവസ്ഥയിലോട്ടാണ് നമ്മളുടെ പ്രവർത്തികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാർക്ക് പോലും നെഞ്ചു വിരിച്ച് നടു നിവർന്ന് നിൽക്കാൻ കഴിയാത്ത നമ്മുടെ കേരളത്തിൽ സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഞാൻ ഇന്ന് ചെങ്ങന്നൂരിലൂടെ യാത്ര ചെയ്യുമ്പം ചെങ്ങന്നൂരിലെ പ്രധാന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെടുപ്പ്, ചെറിയ ചെറിയ പ്ലോട്ടുകൾ വരെ ഓരോരുത്തർ മഫിയകൾ വാങ്ങി മണ്ണെടുക്കുന്നു, മണ്ണ് വിറ്റ് കാശുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലോട്ട് ഇത്ര ലക്ഷം, 5 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞ് തോന്നിയ വിലയ്ക്ക് വിൽക്കുന്നു. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വലിയൊരു സംഘം തന്നെ ചെങ്ങന്നൂരിലുണ്ട്. ചെങ്ങന്നൂരിലെ മയക്കുമരുന്നിനെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് എടുത്തു പറയുന്നില്ല. പക്ഷെ മണ്ണെടുപ്പ്, ചെങ്ങന്നൂരിൽ ഇത്ര രൂക്ഷമായ മണ്ണെടുപ്പ് നടന്നിട്ട് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ അല്ലെ ചെങ്ങന്നൂർ താലൂക്കിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ, ഒരു തെണ്ടി ഒരുത്തനെങ്കിലും ഒന്ന് വാവർക്കുന്നുണ്ടോ? അതെന്താ വാവർക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ എല്ലാം വീട്ടില് ഇവന്റെയൊക്കെ പെട്ടിക്കകത്ത് കൃത്യമായിട്ട് പണം ചെല്ലുന്നുണ്ട്, കാശ് ചെന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവനൊക്കെ എങ്ങനെ പ്രതികരിക്കും? എനിക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. എന്റെ കഴപ്പ് തീർക്കാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്തിട്ട് താണ്ട്ര പൊളിച്ചതിന്റെ കണ്ണാക്കിലോട്ട് തെച്ചു തരുന്നു. ഇതാണ് വികസനം, നീയൊക്കെ കണ്ടുപഠിക്കുന്നു. ഞാൻ പറഞ്ഞത് പണ്ട് 2000 മുതൽ ഞാൻ വന്ന് നാട്ടിൽ കിടന്ന് കുറെ കുസ്തി പിടിച്ചത് കൊണ്ടാണ് കുറച്ചു പേർക്കെങ്കിലും വെള്ളം കൂടി കിട്ടുന്നത്. ആ വെള്ളം കൂടി മുട്ടിയവന്മാര് അന്ന് ആസനത്തിൽ വാലും ചുരുട്ടി ഇരുന്നവന്മാരാണ് ഇന്ന് അവന്റെയൊക്കെ കാലിന്റെ ഇടയിൽ കൂടെ പൈപ്പ് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. എന്തിനാ? കുടിവെള്ള പദ്ധതി. എടാ, ഇത്രയും മഴ കിട്ടുന്ന കേരളത്തില് നിനക്കൊക്കെ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് അത് കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിനക്കൊക്കെ വല്ല ഉളുപ്പുണ്ടോടാ? ചെങ്ങന്നൂരെ ഊളം മോമാരെ എല്ലാവരും ചേർത്താണ് പറയുന്നത്, എന്നെ സഹിതം. എന്തിനാ ചെങ്ങന്നൂരുകാരാന്നും പറഞ്ഞ് നടക്കുന്നേ? പട്ടികളെ. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഇത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൂട്ടിക്കോ, ഫ്രീ ആണ്, ദാനമായിട്ട് തന്നാ. കാര്യം കഴകത്തില്ലാത്ത നീയൊക്കെ. ഞാൻ ഇന്ന് ചെങ്ങന്നൂരിൽ നിന്ന് കൊളനടയ്ക്ക് മുമ്പാണ് മാന്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ മാന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ചെങ്ങന്നൂരുകാരൻ, കൃത്യമായിട്ട് പറയാം, തോന്നിക്കാടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ മാന്തിക വന്ന് നിന്നിട്ട് കണ്ടത്തിന്റെ സൈഡിൽ വന്ന് എംസി റോഡിന്റെ സൈഡിൽ വന്ന് നിന്ന് പായസം വിൽക്കും. സാധാരണ എനിക്ക് പിന്നെ മാരക രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പായസമൊക്കെ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ കുടിക്കും. അത് എനിക്ക് ആ പായസം വിൽപ്പനക്കാരനെ പറ്റി ആകെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അയാൾ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അയക്ക് മുതലാകുന്ന രീതിക്കാണ് തന്നത്. അത് കുടിച്ചിട്ട് എനിക്കൊന്നും ആയില്ല. എനിക്ക് സാധാരണ പായസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വയറ് നിറച്ച് കുടിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് വന്നതുകൊണ്ട് അതുപോലെ അയാൾ തന്ന കണക്കിനാണ് 2-3 പാത്രം കൂടെ ഒക്കെ കുടിക്കായിരുന്നു. ഞാൻ ചോദിച്ചൊന്നുമില്ല, കൊടുക്കാൻ എൻ്റെ കാശ് മതിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു സാമ്പിള് മാതിരി, കുഴപ്പമില്ല. അപ്പം ആ ചെറുപ്പക്കാരനത് വിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പാസ് ചെയ്ത് പോയിട്ട് തിരിച്ച് എന്നിട്ടാണ് ഇയാളുടെ ഇത് പായസം വാങ്ങിച്ചു കുടിച്ചത്. ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ ആരാ എന്താന്ന്, ഞാൻ ആരാ പഴവാ. ആൾക്കാർ പറയുന്നത് ഞാൻ വലിയ യൂട്യൂബറാണ്, കോപ്പാന്ന്, തേങ്ങയാണ്, ഒരു പഴവല്ല. അതൊക്കെ വെറും ചുമ്മാ പറയുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു സംരംഭത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതിലുപരി 35 വയസ്സുള്ള വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് അവന് ജീവിതം പച്ച പിടിപ്പിക്കാൻ വേണ്ടി, കരു പിടിപ്പിക്കാൻ വേണ്ടി അവൻ പെടുന്ന പാടും ദുരിതവും സർവ്വതും ഞാൻ ആ സമയം കണ്ട്. നിങ്ങളതാണ്ട് ചെറിയൊരു വീഡിയോ എടുക്കാം. എംസി റോഡാണ്. എംസി റോഡിൻ്റെ സൈഡിൽ ഒരു പാർട്ടി കൊണ്ട് കിടന്ന് പായസം മിക്കാണ്. ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ട് ഇങ്ങനെ, അല്ലേ?
ഞാനൊരു ഗ്ലാസ് കുടിച്ചു. നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഒരു ബാടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. ഇതാ അവിടെ ഒരു നെല്ല് കൊയ്യുന്ന ഒരു കർഷകയെ കാണാം. കന്നാലിക്ക് കൊടുക്കാനാണ് കൊയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വരാട്ടെ, അവരുടെ ഓരോ തൊഴിൽ മാർഗങ്ങളല്ലേ. ഗ്ലാസ് കുടിച്ച് എങ്ങനെയുണ്ടെന്നറിയാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഒരു 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, അവൻ ഇനി എപ്പോൾ ജീവിക്കും? അവൻ അതിനെപ്പറ്റി ഒരുപാട് ആശങ്കകളുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആ പയ്യനെ വിളിച്ച് സംസാരിച്ചപ്പം അയാൾ ആകെ ഭയന്നിട്ടൊക്കെയാണ്. യൂട്യൂബർ എന്നൊക്കെ പറയുന്നത് അവർ പാവങ്ങൾ ഭയന്നു പോകും. നമ്മളിനി എന്തിനാ ഇവരെ ദ്രോഹിക്കാനാണോ വീഡിയോ ചെയ്യുന്നതെന്ന് അവർക്കറിയത്തില്ലല്ലോ. പക്ഷെ അയാളുടെ ഒരുപാട് ആശങ്കകൾ, അത് അയാളുടെ മാത്രമല്ല, ഞാൻ അയാളെ കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാളുടെ മാത്രമൊന്നുമല്ല, കേരളത്തിലെ എല്ലാ യുവാക്കളും നേരിടുന്ന പ്രശ്നം തന്നെയാണ് ഇതൊക്കെ. ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു സംരംഭത്തെ നിങ്ങൾ കഴിയുമെങ്കിൽ പോയി സപ്പോർട്ട് ചെയ്യണം. 40 രൂപയേ ഉള്ളൂ. 40 രൂപയ്ക്ക് അത്യാവശ്യം നിങ്ങളൊക്കെ പിന്നെ ഷുഗർ കമ്പനി മുതലാളിമാരായതുകൊണ്ട് നിങ്ങൾക്ക് അധികം കുടിക്കാൻ പറ്റത്തില്ല. എന്നാലും അതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ വല്ല ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ പയ്യനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളുടെ ഫോൺ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ചെങ്ങന്നൂർ എവിടെയാണേലും അയാൾ കൊണ്ടുവന്ന് തരും. അയാളോട് പായസം വാങ്ങിച്ച് കുടിക്കുക, നല്ലതാണ്. ഒരുത്തും ജീവിച്ചു പോട്ടെ, അവൻ്റെ മാതാപിതാക്കളും ജീവിച്ചു പോട്ടെ, അവൻ്റെ വീട്ടിലും കഞ്ഞി വെക്കട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു സംരംഭത്തെ, ആ ഒരു ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ആ ഒരു സ്ട്രഗിള് ഞാൻ ഒരു 5 മിനിറ്റ്, 5-7 മിനിറ്റ് കൂടുതൽ നിന്നില്ല. ആ സമയം കൊണ്ട് ഞാനത് മൊത്തം വായിച്ചെടുത്തിട്ടാണ് പോകുന്നത്. അത് മനസ്സിൽ കുറിച്ചിട്ട് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾ മുൻപ് കണ്ട ഈ സംഭവം. ഒരുത്തം ബ്ലേഡ് കൊണ്ട് ദേഹം മുഴുവൻ കീറി ഷോ കാണിക്കുന്നു. എങ്ങോട്ടാണ് നിങ്ങളുടെ പോക്ക്? ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ വ്യാപകമാകുന്ന ഈ മയക്കുമരുന്ന്, ഈ വ്യാപകമാകുന്ന ചാരായ സേവനം കുടിച്ച് നിങ്ങൾ പണ്ടര വടങ്ങാണ്. ഒരു കാര്യം പറയണ്ട, അതിനിടയ്ക്ക് ഒരു ചെറിയ സ്വകാര്യം പറയാം. കഴപ്പ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. അത് വളരെ നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയാം. കഴിഞ്ഞ ദിവസം വയറ്റിനൊരു സുഖമില്ലാഴിക വന്നു. വയറ്റിന് സുഖമില്ലാഴി വന്നെന്ന് പറയുമ്പോൾ പണ്ടെനിക്ക് സർവീസിലിരിക്കുമ്പോൾ ലീവിന് വന്നപ്പം വയറ്റിളക്കം പിടിച്ചിട്ടാണ് ലീവിന് വന്നപ്പം അച്ഛനും ഇതായതുകൊണ്ട് അച്ഛൻ്റെ മറ്റേ ശുനാപ്പി ഇരിപ്പുണ്ടായിരുന്നു. അച്ഛനൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒഴിച്ചുകൊണ്ടെന്ന് വെച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് ഇതങ്ങ് കുടിച്ചോ, അപ്പം വയറ് ക്ലിയർ ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിച്ചിട്ടുമില്ല, എനിക്ക് വേണ്ട, അച്ഛൻ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ പുള്ളി അതങ്ങനെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. പക്ഷെ അങ്ങനെയുള്ള എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോകൾ സ്ഥിരം കാണുന്നവർക്കാണ് അറിയാം, ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ കോട്ട മേടിക്കാൻ പോയായിരുന്നു. ഒരുപാട് 6-7 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പോയി മേടിച്ചത്. ചുമ്മാ ഒരു രസം മേടിച്ചിട്ട് വന്നതിനകത്തുനിന്ന് ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ച് ഇവിടെ വെച്ച് നമ്മുടെ അയൽവാസികൾക്കും ശിൽബന്ധികൾക്കും ഒക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതപ്പോൾ അത് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ വയറിന് സുഖമില്ലാഴിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ വയറിന് സുഖമില്ലാഴി തന്നെയല്ല, അതിന് 2 ദിവസത്തേക്ക് മുമ്പ് റെയിൽവേ ലൈനിൻ്റെ കീഴിലൂടെ വലിയ ഓടയുണ്ട്. ഈ ഓടയ്ക്കകത്തൊക്കെ വീട് വലതുകാലിൻ്റെ മുട്ടൊക്കെ പഞ്ചറായിരിക്കുന്ന സമയത്താണ് ഇതൂടെ വന്നത്. അപ്പം ഞാനെന്ത് ചെയ്ത് ഒരു 20 മില്ലി, അതിൽ കൂടുതലൊന്നും ഞാൻ കുടിച്ചിട്ടില്ല, ആ 20 മില്ലി ഞാൻ എടുത്തുകൊണ്ട് വെച്ച് വൈകിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഞാനിത് ഒന്ന് കുടിച്ച്, എൻ്റെ ഡാവേ ഈ ചാരായം എന്ന് പറയുന്ന ഈ തീട്ടം നക്കിയാൽ ഇങ്ങനെയാണ് അനുഭവം എന്ന്. ഞാൻ എപ്പോൾ കിടന്നാലും ഉറങ്ങുന്ന വ്യക്തിയാണ്, പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ചൂടാണോ വെപ്രാളമാണോ ഞാൻ ഫാനൊക്കെ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട്, സാറിന് എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ചെയ്ത് വെച്ചിരിക്കുന്ന വീടാണ്, പക്ഷേ ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് പോലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ കിടന്ന് അങ്ങോട്ട് ഉള്ളുന്ന ഇങ്ങോട്ട് ഉള്ളുന്ന ആകെ വെപ്രാളം. രാവിലെ 3 മണിയായപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്യേണ്ടി വന്നു. കാര്യം എഴുന്നേറ്റിട്ട് എനിക്കൊന്ന് വീട്ടിൽ പോകണമായിരുന്നു. ഞാൻ ചെങ്ങന്നൂരിന് വന്നു. സാധാരണ ഞാൻ ഈ 2 മണിക്കൂർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പം മാതിരി പറന്നു പോകുന്നതാണ്. ഞാൻ
1.5 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞാണ്ട് അടൂരി എന്ന് വണ്ടി ഹാൾട്ട് ചെയ്തിട്ട് അവിടെ കിടന്ന് 1 മണിക്കൂർ ഉറങ്ങിക്കളഞ്ഞു, വണ്ടിക്കകത്ത് കിടന്നു. എന്ന് പറഞ്ഞാൽ ഈ 20 മില്ലി ചാരായം കുടിച്ചപ്പം എനിക്കുണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അല്ലാതെ ഞാൻ ചാരായം കുടിച്ച് വലിയ ആളായെന്നൊന്നും നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. അപ്പം ഈ 20 മില്ലി ചാരായം കുടിച്ചിട്ട് എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ബോട്ടിൽ കണക്കിന് വാങ്ങിച്ചു കുടിക്കുന്ന, ദാനം വാങ്ങിച്ചു കുടിക്കുന്ന, ഷെയർ ഇട്ട് കുടിക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. നിങ്ങൾ നാളെ ഇങ്ങനെ ഈ അടൂരുകാരൻ പയ്യൻ കാണിക്കുന്ന മാതിരിയുള്ള ഷോ കാണിച്ച് പണ്ടാരം അടങ്ങുമല്ലോ എന്ന് ഓർക്കുമ്പം എനിക്കൊരു വിഷമം തോന്നുന്നില്ല. വരും നീയൊക്കെ അർഹിക്കുന്നുണ്ട്. ഈ സമയത്ത് വല്ല നല്ല കാര്യം ചെയ്ത് ജീവിച്ചു കൂടെടാ മക്കളെ. അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇത് നമ്മുടെ പായസക്കാരനോടല്ല പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞത് ഈ അടൂര് കടന്ന് ഈ ഷോ കാണിച്ചവനോടും ആ പോലീസുകാരന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അവനെ ചവിട്ടി കൊന്ന ആ തായോളിയോടുമാണ് പറയുന്നത്. ജീവിക്കാൻ പഠിക്കണം. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ട്. കൈയുള്ളപ്പോ കൈയുടെ വില അറിയില്ല, കാലുള്ളപ്പോ കാലിന്റെ വില അറിയത്തില്ലെന്ന്. അതറിയണമെന്നുണ്ടെങ്കിൽ കണ്ണില്ലാത്തവനോട് പോയി ചോദിക്കണം, നീ എങ്ങനെയാടാ യാത്ര ചെയ്യുന്നേ, നീ എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അറിയാം കണ്ണിന്റെ വില എന്താണെന്ന്. കൈയുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നവനോട് ചോദിക്കണം, എന്താടാ കൈയുടെ വിലയെന്ന്. അതുപോലെ കാലിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ കാലില്ലാത്തവനോട് പോയി ചോദിക്കണം, എടാ കാലിന്റെ വില എന്താണെന്ന്. ഇതെല്ലാമുള്ള സർവസന്നാഹങ്ങളും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഒന്ന് പറഞ്ഞ് രണ്ടിന് ആത്മഹത്യ ചെയ്യുന്ന കിഴങ്ങന്മാർക്ക് എല്ലാവർക്കും കൂടെ ഞാൻ എന്തോ തരാനാ സമ്മാനം. തെറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല, നീ ഒന്നും നന്നാകത്തില്ല. അവസാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാനതൻ ഈ വിഷ്ണു എന്ന് പറയുന്ന പയ്യനോടും ഞാൻ പറഞ്ഞ്, മക്കളെ ജീവിതകാലം മുഴുവനെ അങ്ങ് അധ്വാനിച്ച് രാജ്യം വെട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ ഈ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാം എന്നുള്ള ധാരണയിലൊന്നും പോകണ്ട. ചെറിയ രീതിയിലൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ ജീവിച്ചങ്ങ് പോയാൽ മതി. അതിന് ശ്രമിക്ക്. അപ്പോൾ ആശ്വാസം കിട്ടും, ആരോഗ്യം കാണും, ജീവിതം അങ്ങേയറ്റം വരെ എത്തിക്കാൻ കഴിയും. അല്ലാതെ പ്രാരാബ്ദം പിടിച്ച് ഞാൻ ഈ സാമ്രാജ്യം മുഴുവൻ എൻ്റേതാക്കുമെന്നുള്ള ധാർഷ്ട്യത്തില് കിടന്ന് വിപ്രാളം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. വിഷ്ണുവിന് ഈ ഉപദേശമൊക്കെ ഫ്രീ ആയിട്ട് തന്ന കേട്ടോ, ചെലവ് ചെയ്യണം. വേണം ഒരു ക്വാർട്ടർ മേടിച്ചു തന്നേരം എനിക്ക്, അല്ല പോട്ടൊക്കെ. അപ്പം ചെങ്ങന്നൂർക്കാരോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥനയാണ്, ഈ പയ്യനെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അവനെങ്ങനെയും പായസം വിറ്റൊക്കെ ജീവിക്കട്ടെ. കഞ്ചാവ് അടിക്കാനും ചാരായം അടിക്കാനും അല്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന 40 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 40 രൂപ അവന്റെ വീട്ടിൽ അരി മേടിക്കുകയോ അല്ല അവന്റെ അച്ഛന് മരുന്ന് മേടിക്കുകയോ ചെയ്യാനല്ലേ. നമുക്കത് സന്തോഷമായിട്ട് കൊടുക്കാം. നമ്മൾ ചെങ്ങന്നൂർക്കാർ ദാനകർമ്മികളൊക്കെയാണ്. വാതർക്കത്തില്ലേലും നട്ടലില്ലേലും നമ്മൾ വലിയ ദാനകർമ്മികളാണ്. ചെങ്ങന്നൂർ കൊണ്ട് ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ മഹാമോശമാണത് വേറൊരു സത്യം. ഞാൻ പറയുന്നത് ചില കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിച്ചതാണ്. അത് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ പറയാം. എല്ലാവർക്കും സന്തോഷമായില്ലേ? ഇന്ന് ഇഷ്ടംപോലെ വാർത്ത ഉണ്ടായിരുന്നല്ലോ. ചവിട്ടിക്കൊല, 70 വയസ്സുള്ള ഒരു ഹതഭാഗ്യന്റെ ട്രെയിനിൽ കഷ്ടകാലത്തിന് പോയി കയറി ആ ഹതഭാഗ്യന്റെ 70-കാരന്റെ കളവന്റെ ചങ്കിടിച്ച് പറിച്ചെന്ന് റെയിൽവേയുടെ TT. ആ തായോളിയൊക്കെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ വാരിക്കോരി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനുഭവിക്ക്. അപ്പൊ ശരി, ചുമ്മാ ഇരിക്കട്ടെ. ലാൽ സലാം, ഒരു മയങ്ങിയ സലാം, അതേണ്ട ഇത്രയും, അത് മതി. തെണ്ടികളെ.